മാന്യസുഹൃത്തിന് നമസ്കാരം. ഏവർക്കും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് വായനാശീലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രസംഗവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ജൂൺ 19 നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇനിയുള്ള ഒരാഴ്ച നമ്മൾ വായനാ വാരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ പ്രസംഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മത്സരങ്ങളിലൊക്കെ ഒത്തിരി മത്സരങ്ങൾ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാറുണ്ട്. അപ്പം മത്സരങ്ങളൊക്കെ ഈ പ്രസംഗ മത്സരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഉപകരിക്കും, ഈ പോയിൻറ്റ്സ് ഉപകരിക്കും. അതുകൊണ്ട് ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, തുടങ്ങാൻ നമുക്കപ്പോൾ ടോപ്പിക്കിലോട്ട് കിടക്കാം. മാന്യസദസ്സിന് വിനീത വന്ദനം. വായനാശീലത്തെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. മലയാള ഭാഷാ പണ്ഡിതനും കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവുമായി അറിയപ്പെടുന്ന ശ്രീ പുതുവയൽ നാരായണ പണിക്കരുടെ സ്മരണയ്ക്കായിട്ടാണ് ജൂൺ 19 നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1909 മാർച്ച് 1 ശ്രീ ഗോവിന്ദപിള്ളയുടെയും ശ്രീമതി ജാനകി അമ്മയുടെയും മകനായി നിലമ്പരൂർ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കേരളീയരിൽ വായനാശീലം വളർത്തുന്നതിൽ അദ്ദേഹം സ്തുത്യർഹമായ പങ്ക് വഹിച്ചു. അദ്ദേഹത്താൽ പിറവിയെടുത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം അറിവിൻ്റെയും വായനയുടെയും തിരി തെളിയിച്ചു. വായിക്കുക, വായിച്ചു വളരുക, വായിച്ച് പ്രബുദ്ധരാകുക. മക്കളിൽ വായനാശീലം വളർത്തുന്നതിൽ കുട്ടിക്കാലത്തെ മാതാപിതാക്കൾ ശ്രമിക്കണം. ഇത് മാതാപിതാക്കളുടെ കടമയാണ്. വായന അറിവും ആനന്ദവും നൽകുന്നു. വായനാശീലം സുസജ്ജമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുന്നു. വായന വെറും വായനയാകരുത്. വായിക്കുന്നത് നമുക്ക് പ്രയോജനകരമായി തീരണം. വായനയിലൂടെ അറിവും സത്യവും കണ്ടെത്താൻ ശ്രമിക്കണം. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കൾ കുട്ടികളെ സഹായിക്കണം. വായനാശീലം വ്യക്തിത്വ വികാസത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നാം വായിക്കാനായി സമയം കണ്ടെത്താറുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. പത്രവായനയും പുസ്തക വായനയും നമ്മിൽ കുറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ദോഷകരമായ അവസ്ഥ. ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളഞ്ഞു വളരും, വായിച്ചില്ലേൽ വളഞ്ഞു വളരും. ഉത്തമ വായന ഒരിക്കലും കുട്ടികളെ അധമ മാർഗത്തിലേക്ക് തള്ളിയിടുകയില്ല. വാസനയ്ക്കനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചും ഉള്ള പുസ്തകങ്ങൾ ക്രമപ്രകാരമെടുത്ത് വായിക്കണം. വഴിയേ വായിക്കണം. വഴിയെ വായിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട മട്ടിൽ വായിക്കുക എന്നർത്ഥം. പഴിക്കാതെ വായിക്കുക, പിഴയ്ക്കാതെ വായിക്കുക, പൊഴിയാതെ വായിക്കുക, മിഴിവോടെ വായിക്കുക. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, വായന ഒരു ശീലമാക്കുക. വായന പദസമ്പത്ത് നൽകുന്നു. വായന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഓർമ്മശക്തി കൂട്ടുന്നു. അച്ചടക്കമുള്ള ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്നു. സർവോപരി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകും നിങ്ങൾ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ സ്പീച്ച് അല്ലെങ്കിൽ ഈ പ്രസംഗം വളരെ പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണയായിട്ട് 5 മിനിറ്റ്സാണ്. പ്രസംഗത്തിലൊക്കെ തരുന്നത് 5 മിനിറ്റ്സാണ്.
അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലാസ്റ്റിൽ അപ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ മാന്യ സദസ്സിനെ വിനീത വന്ദനമെന്ന് തുടങ്ങുക. ലാസ്റ്റ് പറയുമ്പോൾ നന്ദിയും നമസ്കാരവും പറഞ്ഞ് തന്നെ നിർത്തണം. എല്ലാം സ്പീഡായിട്ട് പറയരുത്, അതിനൊരു വേ ഉണ്ട്. കാരണം നിർത്തി തന്നെ പറയണം, വാക്കുകൾ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എസ്സേ എഴുതാനായാലും പിന്നെ ഒരു പാരഗ്രാഫ് എസ്സേ നല്ല ഒരു പാരഗ്രാഫ് എഴുതാനായാലും നല്ലൊരു പോയിൻ്റാണ്. ഒരു 5 മാർക്കിനൊക്കെ നല്ലൊരു പോയിൻ്റാണ് ഇത്രയും. നല്ലൊരു പോയിൻറ്റ്സാണ് ഇത്രയും. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക, വളരെ ശ്രദ്ധയോടുകൂടെ ഇത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇത് ഉപകരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.